രേണുവിനെ കുറിച്ചുള്ള ആരും കാണാത്തൊരു വീഡിയോ ഞാൻ വെച്ചുതരാം. അതിൻ്റെ ഇടയിൽ 4 വാക്ക് പറഞ്ഞോട്ടെ. രേണുവിനെതിരെയുള്ള കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. എന്താണ്? രേണു റീലിടരുത്, അതുപോലെ തന്നെ കിടക്കയിൽ തന്നെ കിടക്കണം, അതുപോലെ തന്നെ ആര് വന്നാലും കാണാൻ പോകരുത്. രേണുവിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചുവിനെ ഇല്ലാതാക്കാനായിട്ട് രേണു കളിച്ച നാടകമാണ് ഈ ക്യാൻസർ രോഗം. ക്യാൻസർ ഇല്ല, റീച്ചിന് വേണ്ടി, പൈസയ്ക്ക് വേണ്ടി, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഈ കയ്യിൽ ബാൻഡേജും കെട്ടി നടക്കുന്നു. സീമാജി നായരെയും പറ്റിച്ചു. ഇങ്ങനെ പോകുന്നു രേണുവിനെതിരെയുള്ള കുറ്റപത്രങ്ങൾ. നമ്മൾ ഒരു സഹോദരൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കേൾക്കണം. അത് കേട്ടാൽ എല്ലാ സത്യങ്ങളും നിങ്ങൾക്ക്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പകൽ പോലെ വെളിച്ചത്ത് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സഹോദരന് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആ സഹോദരന്റെ വീഡിയോയിലേക്ക്. നീ ആൾക്കാരുടെ പറഞ്ഞ് പറ്റിച്ച് അതിൽ നിന്നും വരുമാനം മേടിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു ക്യാൻസർ പേഷ്യന്റ് അല്ലേ? നീ എന്തുകൊണ്ട് റൂമിൽ ഒതുങ്ങി കൂടി തീരുന്നില്ല? ഒരു കട്ടിയിൽ മരിച്ചത് പോലെ നീ കിടക്കുന്നില്ല? നീ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നു? നീ എന്തുകൊണ്ട് ആൾക്കാർക്ക് പറയുന്നതിന് മറുപടി നീ ഇറങ്ങുന്നു? ഒരു ക്യാൻസർ രോഗിക്ക് പറ്റിയ മറുപടിയാണോ നീ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരു രോഗി ചെയ്യേണ്ട കാര്യങ്ങളാണോ നീ ചെയ്യുന്നത്? എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ക്യാൻസർ ചികിത്സയിൽ കഴിയുന്ന ഒരാൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നതിലോ ഫോൺ ഉപയോഗിക്കുന്നതിലോ യാതൊരുവിധ തെറ്റുമില്ല. അതിന് അവർക്ക് സാധിക്കുകയും ചെയ്യും. നിങ്ങൾ ചോദിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ താഴെ നൽകുന്നു. 1. കീമോ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകാൻ കഴിയില്ലേ? തീർച്ചയായും കഴിയും. കീമോതെറാപ്പി ചെയ്യുന്നത് 24 മണിക്കൂറും രോഗി തളർന്നു കിടക്കണം എന്ന രീതിയിലല്ല. വ്യത്യസ്ത ദിവസങ്ങൾ, കീമോ കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ക്ഷീണം, ഓക്കാനം എന്നിവ കൂടുതൽ ഉണ്ടായേക്കാം. എന്നാൽ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ പല രോഗികളും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാറുണ്ട്. ആ സമയങ്ങളിൽ അവർക്ക് ഫോൺ ഉപയോഗിക്കാനും സംസാരിക്കാനും സോഷ്യൽ മീഡിയയിൽ ഇടപെടാനും എല്ലാം സാധിക്കും. മാനസികമായ ആശ്വാസം. കഠിനമായ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ 4 പേരോട് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നതുമൊക്കെ പലർക്കും ഒരു വലിയ മാനസിക ആശ്വാസമാണ്. രോഗചിന്തകളിൽ നിന്ന് മാറി നിൽക്കാൻ ഇത് അവരെ സഹായിക്കും. 2. കൈയിലെ നാടിഞരമ്പിൽ IV ലൈൻ പോർട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗം മടക്കാൻ പാടുണ്ടോ? നിങ്ങൾ ഉദ്ദേശിച്ചത് കീമോ മരുന്ന് നൽകാൻ കൈയിലെ ഞരമ്പിലിടുന്ന IV കാനുലയോ? IV കാനുല അല്ലെങ്കിൽ കീമോ പോർട്ടോ ആയിരിക്കാം. കാനുല ആണെങ്കിൽ കൈയിലെ മണിബന്ധത്തിലോ റിസ്റ്റ് കൈമുട്ടിലോ ആണ് കാനുല ഇട്ടിരിക്കുന്നതെങ്കിൽ ആ ഭാഗം വല്ലാതെ മടക്കിയാൽ മരുന്ന് കയറുന്നതിന് തടസ്സമുണ്ടാകാം, അല്ലെങ്കിൽ വേദന എടുക്കാം. അതുകൊണ്ട് സാധാരണയായി ആ ഭാഗം അധികം മടക്കരുതെന്ന് നഴ്സുമാർ നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ കൈവിരലുകൾ ചലിപ്പിക്കുന്നതിനോ ഫോൺ പിടിക്കുന്നതിനോ ഇതൊരു തടസ്സമല്ല. കീമോ പോർട്ട് ആണെങ്കിൽ പലർക്കും നെഞ്ചിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ കൈയിന്റെ മുകൾ ഭാഗത്തോ തൊലിക്കടിയിലാണ് കീമോ പോർട്ട് വെക്കുന്നത്. ഇത് ഉള്ളവർക്ക് കൈകൾ സാധാരണ പോലെ മടക്കാനും ചലിപ്പിക്കാനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല. 3. സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണങ്ങൾ. ക്യാൻസർ രോഗികൾ എപ്പോഴും കരഞ്ഞുകൊണ്ടും തളർന്നുമാണ് ഇരിക്കേണ്ടത് എന്നൊരു തെറ്റായ ധാരണ പൊതുസമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് ഒരാൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയോ സോഷ്യൽ മീഡിയയിൽ വരികയോ ചെയ്യുമ്പോൾ ആളുകൾ അവരെ വലിച്ചു കീറാനും വ്യാജമാണെന്ന് പറയാനും മുതിരുന്നത്. ഇത് തികച്ചും നിർഭാഗ്യകരമാണ്. ചുരുക്കത്തിൽ, ക്യാൻസർ ബാധിച്ചു എന്നതുകൊണ്ട് ഒരാളുടെ ജീവിതം പൂർണ്ണമായി ഇരുട്ടിലാകണമെന്ന് നിർബന്ധമില്ല. രോഗത്തോടും കീമോയോടും പോരാടിക്കൊണ്ട് തന്നെ ഒരാൾക്ക് സോഷ്യൽ മീഡിയയിൽ സജീവമാകാനും സ്വന്തം അഭിപ്രായങ്ങൾ പറയാനും സാധിക്കും. അതിനെ നെഗറ്റീവായി കാണുന്നത് മെഡിക്കൽ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. നമുക്കറിയാം ഈ ഒരു രോഗം കാരണം നമ്മളെ എല്ലാവരും ഭയപ്പെടുത്തി, അല്ലെങ്കിൽ കട്ടിലിനകത്ത് അല്ലെങ്കിൽ റൂമിനകത്ത് ഒതുക്കി കൂടുന്നൊക്കെ ഉണ്ട്. അത് പല സ്റ്റേജിൽ പല രീതിയിലുള്ള ക്യാൻസർ അങ്ങനെയൊക്കെ വരുന്നവരുണ്ട്. പക്ഷേ അതിനെ എന്താ പറയുക, മറികടന്ന് പോകുന്നവരുണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്റെ ശരീരത്തെ ബാധിച്ചിട്ടില്ല, എനിക്കിതൊരു ഭയമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട്. ചിലപ്പോൾ അവരെ ആ ജീവിതം തിരിച്ചെടുക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. കാരണം രോഗം തന്നെ പേടിച്ചു പോകും. ഇങ്ങനെ ഒരു രോഗത്തിനെ പോലും വകവെക്കാതെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്നുള്ള ആ രോഗം പേടിച്ചു പോകും. മറിച്ച് നമ്മൾ ഈ പെരയ്ക്കകത്ത് ഒതുങ്ങിക്കൂടി നമ്മളെ ആൾക്കാരെല്ലാം കൂടെ പേടിപ്പിച്ച് നമ്മുടെ ശരീരത്തിന് ഒന്നും കൂടെ പേടി കൂടി നമ്മളെ ഈ രോഗം കവർന്നാണ് എടുക്കുന്നത്. അപ്പൊ എന്തായാലും വലിയ വിവാദങ്ങളൊക്കെയാണ് ഇങ്ങനെ ഒരു രോഗം ഇല്ലെന്നൊക്കെ പറഞ്ഞിറങ്ങുന്നത്. എന്തായാലും ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് എത്രമാത്രം ശരിയാണോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇതിനെ അറിയാവുന്ന നല്ല ഉന്നത ഡോക്ടർമാർ, കാരണം ഈ ക്യാൻസർ എന്ന് പറയുന്ന രോഗം പല തട്ടികയിലുള്ളതാണ്. അപ്പൊ പലർക്കും പല രീതികളിലാണ് വരുന്നത്, പല രീതികളിലാണ് അവരുടെ ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും കമൻറ്റുകൾ ഇടുന്നവരും പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കിച്ചുവിന് ഋതപ്പനെ വേണം, ഋതപ്പനെ എടുക്കാനുള്ള പല കരുനീക്കങ്ങളും നടത്തുന്നുണ്ടെന്ന് നമ്മുടെ രേണുവിന് ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പോൾ രേണു നമ്മുടെ കിച്ചുവിനെതിരെ ഒരു വീഡിയോയും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കിച്ചു രേണുവിനെതിരെ ഒരു വീഡിയോയും ചെയ്യുന്നില്ല. കിച്ചു അവൻ്റെ ജോലിയും അവൻ്റെ വ്ളോഗായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതിന് നാട്ടുകാർക്ക് എന്താ? ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് എന്താ? ഈ കമൻ്റ് ഇടുന്നവർക്ക് എന്താ അതിൻ്റെ കുഴപ്പം? അവർ രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലോടുന്ന കണ്ട് 2 മുട്ടനാടുകൾ തമ്മിൽ ഇടി കൂടിയിട്ട് അതിൻ്റെ മുമ്പിൽ ചോര കുടിക്കാൻ നിൽക്കുന്ന ഒരാൾക്കാരാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ. ആ പരിപ്പ് ഇവിടെ വെവില്ല മക്കളെ. അപ്പോൾ അതുകൊണ്ട് അവർ അമ്മയും മോൻ തന്നെയാണ്. അവരെ പറ്റി നിങ്ങൾ ഇനി എന്തൊക്കെ അപവാദം പറഞ്ഞ് വരുത്തിയാലും അവർ അമ്മയും മോൻ തന്നെയാണ്. അപ്പോൾ അത്
ആ അരി അങ്ങോട്ട് അധികം ചൂടാക്കേണ്ട, വേഗം അങ്ങോട്ട് ഇറക്കി വെച്ചോളൂ. പിന്നെ ഇപ്പോൾ ഈ സഹോദരൻ്റെ കാര്യം കേട്ടില്ലേ നമ്മൾ, ഈ സഹോദരനല്ല ഈ സംസാരിച്ചത്, സഹോദരൻ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഒരു ഡോക്ടറാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയല്ലോ. ആ സഹോദരനൊരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം.